ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മുടി കൊഴിച്ചലിനും നെറ്റി കയറലിനും എല്ലാത്തിനുള്ള ഒരു പരിഹാരമായിട്ട് ഒരു നല്ല ഉഗ്രൻ ഹെയർ ഓയിൽ അതെങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതൊരു ഉഗ്രൻ ഹെയർ ഓയിലാണ്. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 3 തവണ ഇത് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് നല്ല പോലെ താരനുണ്ടായിരുന്നു, പുറ്റുപോലെ താരനുണ്ടായിരുന്നു. പിന്നെ നല്ല മുടി കൊഴിച്ചലും അതുപോലെ തന്നെ നെറ്റി കയറാനും തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഞാൻ ഈ എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയത്. നല്ലൊരു മാറ്റമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാകും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഒരാഴ്ചയിൽ മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ 2-3 മാസം അടുപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് എണ്ണ മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. ഞാൻ 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ലപോലെ ചതച്ചെടുക്കണം. എന്നിട്ട് ചതച്ചെടുത്തതിന് ശേഷം കോക്കനട്ട് ഓയിലിൽ ഇട്ട് വെക്കണം. 2 ദിവസം ഇട്ട് വെക്കണം. ഇത് കോക്കനട്ട് ഓയിലാണ്. ഇവിടുത്തെ തണുപ്പ് കാരണം അത് കട്ട പിടിച്ചു തുടങ്ങി. നല്ല വീട്ടിലാട്ടിയെടുത്ത കോക്കനട്ട് ഓയിലാണ്, നല്ല പ്യുവറാണ്. അപ്പോൾ നമുക്ക് ഇത് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് രണ്ടും കൂടി നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റണം. ഇതെന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വളരെ നല്ല 2 സാധനങ്ങളാണ്. ഈ ബൗളിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്നത് മാറ്റാം. ചേർത്തിട്ടുള്ള ഗാർലിക്കിന് വളരെയധികം ഗുണങ്ങളുണ്ട്. അതിന് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അങ്ങനെയെന്ന് പറഞ്ഞാൽ സ്കാൾപ്പിലുള്ള ജെംസിനൊക്കെ കില്ല് ചെയ്ത് ഹെയർ ഗ്രോത്ത് കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിൽ കുറേ വൈറ്റമിൻ സി ഉണ്ട്, റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ്. അതെന്ന് പറയുന്നത് കൊളാജൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഹെയർ ഗ്രോത്ത് താനെ കൂടും. പിന്നെ ഡാൻഡ്രഫൊക്കെ നല്ലപോലെ ഇല്ലാണ്ടാക്കും. സെലനിയം എന്ന് പറയുന്ന കണ്ടൻറ്റ് നല്ലപോലെ സ്കാൾപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും സെലനിയം. അപ്പോൾ ഹെയർ ഫോളിക്കിൾസൊക്കെ നല്ലപോലെ ക്ലെൻസ് ചെയ്തിട്ട് ഹെയറിൻ്റെ സ്ട്രെങ്ത്തൊക്കെ കൂട്ടാൻ ഇത് കുറേ ഹെൽപ്പ് ചെയ്യും. പിന്നെയെന്ന് പറയുന്നത് ജിഞ്ചറാണ്. ജിഞ്ചർ എന്ന് പറയുന്നതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഫംഗൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെയാണ് ജിഞ്ചറിനുള്ളത്. അതെന്ന് പറയുന്നത് ഹെയർ കണ്ടീഷൻ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാനും സഹായിക്കും. അതിൽ ധാരാളം മിനറൽസും എസെൻഷ്യൽ ഓയിലൊക്കെ ഉണ്ട് ജിഞ്ചറിൽ. അപ്പോൾ അത് ഹെയർ സ്ട്രോങ് ആവാനും നല്ല ഷൈനി ആവാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അങ്ങനെ 2 നല്ലപോലെ ഗുണങ്ങളുള്ള 2 സംഭവങ്ങളാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ, പ്യുവർ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഹെയറിൻ്റെ വോളിയത്തിനും തിക്നെസ്സിനും അനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ജിഞ്ചർ എന്ന് പറയുന്നത് ഒരു ഹീറോ ഹെർബ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഹെയർ ലോസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഹെർബാണ് ഈ ജിഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ അനക്കാതെ 2 ദിവസം വെറുതെ വെക്കാം. അതിലത്തെ മിനറൽസും ഓയിലും എല്ലാം ഈ വെളിച്ചെണ്ണയിലേക്ക്, കരിയർ ഓയിലിലേക്ക് അതിൻ്റെ സത്ത് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് 2 ദിവസം ഇങ്ങനെ അനക്കാതെ വെക്കണം. ഹായ് ഫ്രണ്ട്സ്, ഇത് 2 ദിവസം കഴിഞ്ഞു. എൻ്റെ എണ്ണയൊക്കെ നല്ലപോലെ കട്ട പിടിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ തണുപ്പ് കാരണം അത് ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയാണ്. ഇനി അത് മെൽറ്റ് ചെയ്യിക്കണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണയാണ്, പ്യുവർ ആവണക്കെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ എന്ന് പറയുന്നത് പുതിയ മുടി വളരാനും അതുപോലെ തന്നെ ഉള്ള ഹെയർ നല്ലപോലെ സ്ട്രെങ്തൻ ചെയ്യാനും നീളം വയ്ക്കാനും ഒക്കെ ഹെയറിൻ്റെ ലെങ്ത്ത് കൂടാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി അടുത്തതാണ് ടീ ട്രീ ഓയിൽ. എസെൻഷ്യൽ ഓയിലായിട്ടുള്ള ടീ ട്രീ ഓയിലാണ്. നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓയിലാണ്. 100% പ്യുവറാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ കുറച്ച് എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് കടുകെണ്ണ, മസ്റ്റാർഡ് ഓയിലാണ്. 100% പ്യുവറായിട്ടുള്ള കടുകെണ്ണയാണ്. ഇത് 3 നമ്മൾ കുറച്ച് എമൗണ്ട് ഈ കരിയർ ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആദ്യം ഇതൊന്ന് മെൽറ്റ് ചെയ്യണം. ഇത് ഭയങ്കരമായിട്ട് കട്ടയായിട്ടിരിക്കുകയാണ് എണ്ണ. ഇവിടുത്തെ തണുപ്പ് കാരണം ഭയങ്കരമായിട്ട് കട്ടയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ആദ്യം. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. അതിന് മുകളിൽ ഈ ബൗൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കരിയർ ഓയിലൊന്ന് മെൽറ്റ് ചെയ്ത് കിട്ടണം. അത് മെൽറ്റ് ചെയ്തതിന് ശേഷം മറ്റ് ഓയിലുകൾ ഇതിലേക്ക്
കുറേശ്ശെ എമൗണ്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല എണ്ണ. കുറേ ചൂടാക്കി തിളപ്പിച്ചെടുക്കരുത് എണ്ണ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതൊന്ന് മെൽറ്റ് ചെയ്യിക്കട്ടെ. ഇതൊന്ന് മെൽറ്റായി കഴിഞ്ഞിട്ട് ഈ എണ്ണ ഒന്ന് ഉരുകി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള എണ്ണയൊക്കെ ആഡ് ചെയ്യാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ഉരുകി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയൊരു എമൗണ്ട് കാസ്റ്റർ ഓയിൽ ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂണാണ്. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് പറ്റുന്നില്ല. 1 ടീസ്പൂൺ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ. കുറേ മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ, നല്ല വോളിയം നല്ല ലെങ്ത്തൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചധികം ആഡ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് കടുകെണ്ണ ആഡ് ചെയ്യാം. അടിയിലെ വെള്ളം നല്ലോണം തിളച്ച് തുടങ്ങി. നേരത്തെ പോലെ തന്നെ 1 ടീസ്പൂൺ കടുകെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് എമൗണ്ട് 2 ഡ്രോപ്സ് എസെൻഷ്യൽ ഓയിൽ, ടീ ട്രീ ഓയിൽ ആഡ് ചെയ്തു. ഇതെന്ന് പറയുന്നത് കടുകെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള എണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് കോൾഡൊക്കെ വരാം. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ അതൊരു പരിധി വരെ കുറഞ്ഞ് കിട്ടും. കാരണം കടുകെണ്ണ ചൂടാണ്. അപ്പോൾ നമുക്കങ്ങനെ കോൾഡൊന്നും വരാൻ ചാൻസ് കുറവാണ്. പിന്നെ കടുകെണ്ണ എന്ന് പറയുന്നത് മുടി നല്ലപോലെ സ്ട്രെങ്തൻ ചെയ്യും, നല്ല കറുപ്പ കളർ നൽകും. അതിനാണ് കടുകെണ്ണ ആഡ് ചെയ്യുന്നത്. പിന്നെ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് സ്കാൾപ്പൊക്കെ ക്ലീൻ ചെയ്യാനും എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോകാനും പിന്നെ മുടി കൊഴിച്ചൽ കുറയാനൊക്കെ വളരെ നല്ലതാണ് എസെൻഷ്യൽ ഓയിൽ. 2 ഡ്രോപ്സ് ആഡ് ചെയ്താൽ മതിയായിരിക്കും. ടീ ട്രീ ഓയിൽ വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആഡ് ചെയ്യുമ്പോൾ 2-3 തുള്ളി ആഡ് ചെയ്യുക, അതിലും കൂടുതൽ ആഡ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ എണ്ണ തിളപ്പിക്കാനും പാടില്ല കേട്ടോ. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. എണ്ണ ചൂടാക്കാനേ പാടുള്ളൂ, ചെറുതായിട്ടൊന്ന് ചൂടാക്കാനേ പാടുള്ളൂ. എണ്ണ ഒരിക്കലും കൂടുതലായിട്ട് തിളപ്പിക്കാൻ പാടില്ല. പലരും ചെയ്യണത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കുറേ ഇട്ട് തിളപ്പിക്കണത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവും. ഒന്ന് ചെറുതാക്കി ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ആ ബൗളിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിരിക്കുന്നതിൽ നിന്ന് കുമിളകൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിൽ നിന്ന് ഇങ്ങനെ കുമിളകൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്തുക. കാരിയർ ഓയിലിലേക്ക് നല്ലപോലെ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിൽ നിന്ന് കുമിളകൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് നിർത്താം. ഒരിക്കലും തിളപ്പിക്കരുത് ആ വെളിച്ചെണ്ണ. പിന്നെ ഒരു ഇളം ചൂടോട് കൂടി വേണം തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കാൻ. നമ്മുടെ ഫിംഗർ ടിപ്സ് കൊണ്ട്, വിരലുകളോട് തന്നെ നല്ലപോലെ മസാജ് ചെയ്ത് തലയോട്ടി മുഴുവൻ നമ്മുടെ വിരലുകളോട് തേച്ച് പിടിപ്പിക്കണം. ഈ ഇളം ചൂടോട് കൂടി എന്തിനാണ് തേക്കണതെങ്കിൽ, ഈ ഇളം ചൂടിൽ നമ്മൾ എണ്ണ തലയിൽ തേക്കുമ്പോൾ പോഴ്സൊക്കെ പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് ആവശ്യമുള്ള മിനറൽസും വൈറ്റമിൻസൊക്കെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇളം ചൂടോട് കൂടി നമ്മൾ തേക്കണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിൽ കുമിളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഈ നല്ല ചൂടോട് കൂടി തലയിൽ തേക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം വെച്ച് ഒരു ഇളം ചൂടായിട്ട് നമുക്ക് തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ഫിംഗർ ടിപ്സ് കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം. കണ്ടോ, ഇതിൽ നല്ല കുമിളകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലപോലെ കുമിളകൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ വെളുത്തുള്ളി എന്ന് പറയുന്നതിന് ഭയങ്കര ബാഡ് സ്മെല്ലാണ് ഉള്ളത്. പിന്നെ നമ്മുടെ മുടി വളരാനല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് സഹിക്കുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. സ്മെല്ല് മാത്രമാണ് ഒരു കുഴപ്പമുള്ളത്. ടീ ട്രീ ഓയിൽ 2 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വലിയ സ്മെല്ലില്ല, അത്ര ബാഡ് സ്മെല്ലില്ല. ടീ ട്രീ ഓയിലിന് നല്ലൊരു സ്മെല്ലാണുള്ളത്. ഇത് ഒരു 1-1.5 മണിക്കൂർ നമ്മുടെ തലയിൽ വെക്കണം. തേച്ച് പിടിപ്പിച്ച് 1-1.5 മണിക്കൂർ വെച്ചിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ ഒരു മൈൽഡായ ഷാമ്പു കൊണ്ട് ഇത് വാഷ് ചെയ്ത് കളയാം. മൈൽഡായ ഷാമ്പു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അടുപ്പിച്ചുള്ള 3 ദിവസങ്ങളിലല്ല ഉപയോഗിക്കേണ്ടത്. ഇടവിട്ടിട്ട് ആൾട്ടർനേറ്റീവായിട്ടുള്ള 3 ഡേയ്സിൽ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സൂപ്പർ ഹെയർ മാസ്ക് കൂടി ഉണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഡാൻഡ്രഫൊക്കെ പോകാൻ പറ്റിയൊരു സൂപ്പർ ഹെയർ മാസ്കാണത്. അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഒരു നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. Bye. See you soon.